5 വർഷത്തെ കാലയളവിൽ ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് റോഡുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അംഗനവാടി ഹൈടെക് ആക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഒരു പ്രധാന ഘടകമായ കുടിവെള്ള പദ്ധതി ഏറെക്കുറെ പരിഹരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 15-ാം വാർഡിലെ റിജിത നല്ലൊരു മെമ്പറായിട്ട് 5 വർഷം പിന്നിട്ടു. നല്ലൊരു വർക്കർ തന്നെയാണ്. നല്ല എല്ലാ കാര്യങ്ങൾക്കും ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് റിജിതയ്ക്കുണ്ട്. അപ്പം അങ്ങനെ അവിടെ സെക്കൻഡ് റണ്ണറപ്പായി ജയിച്ചതാണ്. ഞാൻ പത്രം വായിച്ചിട്ട് നേടിയതാണ്. അവിടെ അഭിമാനം. 5-ാം വാർഡിലെ റിജിത നല്ലൊരു മെമ്പറായിട്ട് 5 വർഷം പിന്നിട്ടു. നല്ലൊരു വർക്കർ തന്നെയാണ്. നല്ല എല്ലാ കാര്യങ്ങൾക്കും ചോദിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് റിജിതയ്ക്കുണ്ട്. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. കാരണം എല്ലാ ഫോൺ വിളിച്ചിട്ടും നേരിട്ട് വന്നിട്ടും എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ചെങ്കോള ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഞങ്ങളുടെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പറായ റിജിത ഷലീജ് കേട്ടോ. 15-ാം വാർഡിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടി നടന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നല്ലൊരു മെമ്പർ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റവും പ്രവർത്തന കാര്യങ്ങളെല്ലാം മുൻപന്തിയിൽ നിന്ന് തന്നെ ചെയ്തു തന്നിരുന്ന നല്ലൊരു മെമ്പർ തന്നെയായിരുന്നു. അങ്ങനെ 5 വർഷം തികഞ്ഞിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഗ്രാമസഭാ പരിപാടികളിലൂടെ. നമ്മുടെ വാർഡിൽ നിന്ന് നമ്മുടെ ആൾക്കാർ വന്നിരുന്നു. നമുക്ക് ജനകീയ ആസൂത്രണങ്ങളും ഒക്കെ ഫോമാണ് നമുക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഒട്ടേറെ പദ്ധതികളുമായിട്ടാണ് നമ്മൾ ഈ ഗ്രാമസഭ കൂടിയിട്ടുള്ളത്. പിന്നെ ഈ 5 വർഷത്തെ കാലയളവിൽ ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് റോഡുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അംഗനവാടി ഹൈടെക് ആക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഒരു പ്രധാന ഘടകമായ കുടിവെള്ള പദ്ധതി ഏറെക്കുറെ പരിഹരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 റോഡുകളുമുണ്ട്. അത് റോഡ് നമ്മുടെ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല. മഴ കാരണം ബുദ്ധിമുട്ട് കാരണമാണ് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും അതും ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ക്വിസ് പ്രോഗ്രാമായിരുന്നു. കേരളത്തിലെ എല്ലാ കോളേജ് ലെവൽ വിദ്യാർത്ഥികൾക്കും നടത്തിയതായിരുന്നു. അപ്പോൾ കേരളത്തിൽ 10 ജില്ലകളിൽ വെച്ചിട്ട് 10 ജില്ലകളിലെ കോളേജ് കുട്ടികൾക്ക് വേണ്ടി മത്സരിച്ചിരുന്നു. 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂരിൽ പോയി പങ്കെടുത്തിട്ട് അവിടുന്ന് സെക്കൻഡ് നേടി. അങ്ങനെ കേരളത്തിൽ 20 ടീമുകൾ ഫൈനലുണ്ടായിരുന്നു. കേരള ഫൈനലിൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ അവിടെ സെക്കൻഡ് റണ്ണറപ്പായി ജയിച്ചതാണ്. ഞാൻ പത്രം വായിച്ചിട്ട് നേടിയതാണ്. അവിടെ അഭിമാനം.